ഈ ഗവൺമെൻറ് വരുന്ന സന്ദർഭത്തിൽ ഗ്രാമീണ മേഖലയിൽ 17 ലക്ഷം കുടുംബങ്ങളിലായിരുന്നു കുടിവെള്ളം എത്തിയിരുന്നതെങ്കിൽ ഇന്ന് അത് 40 ലക്ഷത്തിലധികം കുടുംബങ്ങളിൽ കുടിവെള്ളം എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ് ഇന്ന് കാണാൻ കഴിയുന്നത്. എല്ലാവരും യോജിച്ച് കൈകോർത്ത് പ്രവർത്തിച്ചത് കൊണ്ട് മാത്രമാണ് 100 കോടി രൂപയുടെ വലിയ മൂലധനമുള്ള ഈ മഹത്തായ പദ്ധതി യാഥാർത്ഥ്യമായിട്ടുള്ളത്. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. വർഷങ്ങളായുള്ള ജനങ്ങളുടെ കാത്തിരിപ്പുകൾക്കും ആശങ്കകൾക്കും വിരാമമിട്ട് രാമൻചാടി അലിഘട്ട് കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമാകുന്നു. ജനങ്ങൾക്ക് ഇടതടവില്ലാതെ ശുദ്ധമായ തെളിനീര് ലഭ്യമാക്കുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഓൺലൈനായി നിർവഹിച്ചു. കിഫ്ബി 2017-18 പദ്ധതിയിൽ ഉൾപ്പെടുത്തി 95.52 കോടി രൂപ ചിലവഴിച്ച് യാഥാർത്ഥ്യമാക്കിയ കിഫ്ബി രാമൻചാടി അലിഘട്ട് കുടിവെള്ള പദ്ധതി നാടിന് സമർപ്പിച്ചു. പെരിന്തൽമണ്ണ നഗരസഭ ഏലംകുളം, പുലാമന്തോൾ, അങ്ങാടിപ്പുറം എന്നീ പഞ്ചായത്തുകളിലേക്കും ശുദ്ധജല വിതരണം മെച്ചപ്പെടുത്തുന്നതിനായി രൂപകൽപ്പന ചെയ്ത രാമൻചാടി അലിഘട്ട് കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഓൺലൈനായി നിർവഹിച്ചു. സംസ്ഥാനത്ത് ശുദ്ധജലം എത്തിക്കുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിലെ പെരിന്തൽമണ്ണ നഗരസഭ, അതോടൊപ്പം ഏലംകുളം, പുലാമന്തോൾ പഞ്ചായത്തുകളും, മങ്കട നിയോജക മണ്ഡലത്തിലെ അങ്ങാടിപ്പുറം പഞ്ചായത്തിലേക്കും വേണ്ടി ശുദ്ധജലം എത്തുന്നതിനുള്ള പദ്ധതിയായിട്ടാണ് ഇത് വിഭാവന ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി ക്യാമ്പസ്, അതിനെ വെള്ളം എത്തുന്നതിനും ഈ പദ്ധതി ഉപകാരപ്രദമായി മാറുന്നു. 2017-18 കാലഘട്ടത്തിൽ ഇക്കാര്യങ്ങൾക്ക് വേണ്ടി 92.52 കോടി രൂപയാണ് അനുവദിക്കപ്പെട്ടത്. അതിൽ പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിലെ വിതരണ ശൃംഖലകളും അതോടൊപ്പം തന്നെ ഏലംകുളം പഞ്ചായത്തിലും നഗരസഭയിലെയും വിഷയങ്ങൾ പരിഹരിക്കപ്പെടുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ ഒരു അനുഭവമായിട്ടാണ് ഇന്ന് ഉദ്ഘാടനം നടക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തുടർന്നുള്ള നിർമ്മാണ വേലകളും തീരേണ്ടതായിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് എല്ലാവർക്കും ശുദ്ധമായ ശുദ്ധജലം എത്തുക, ഗ്രാമപഞ്ചായത്തുകളിലും നഗരസഭകളിലും കോർപ്പറേഷനിലും എല്ലാം അതിനാവശ്യമായ നടപടികളാണ് ഗവൺമെൻറ് സ്വീകരിച്ചു വരുന്നത്. ജലജീവൻ മിഷൻ പദ്ധതിയിലൂടെ ഗ്രാമപഞ്ചായത്തുകളിലും, കിഫ്ബി പദ്ധതി പോലെയും റീബിൽഡ് കേരളയിലൂടെയും അമൃത് സ്കീമിലൂടെയും എല്ലാം നമ്മുടെ നഗരപ്രദേശങ്ങളിലും വെള്ളമെത്തുന്നതിനുള്ള നടപടികൾ ദ്രുതഗതിയിൽ ത്വരിതപ്പെട്ടു വരുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. ഈ ഗവൺമെൻറ് വരുന്ന സന്ദർഭത്തിൽ ഗ്രാമീണ മേഖലയിൽ 17 ലക്ഷം കുടുംബങ്ങളിലായിരുന്നു കുടിവെള്ളം എത്തിയിരുന്നതെങ്കിൽ ഇന്ന് അത് 40 ലക്ഷത്തിലധികം കുടുംബങ്ങളിൽ കുടിവെള്ളം എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ് ഇന്ന് കാണാൻ കഴിയുന്നത്. ഏലംകുളം പഞ്ചായത്തിലെ രാമൻചാടിയിൽ 10 മീറ്റർ വ്യാസമുള്ള കിണർ, 5 ലക്ഷം ലിറ്റർ ശേഷിയുള്ള പമ്പ് ഹൗസ്, അലിഘട്ട് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ 23 MLD ശേഷിയുള്ള ശുദ്ധീകരണശാല, 12 ലക്ഷം ലിറ്റർ ഉന്നതതല സംഭരണി, റോ വാട്ടർ ബൂസ്റ്റർ, ക്ലിയർ വാട്ടർ പമ്പിംഗ് മെയിൻ പമ്പ് സെറ്റ്, ട്രാൻസ്ഫോമർ എന്നിവയും പെരിന്തൽമണ്ണ നഗരസഭയിലെ പാതായിക്കരയിലും കുന്നപ്പള്ളിയിലുമുള്ള നിലവിലെ സംഭരണികളിലേക്കും ഏലംകുളം പഞ്ചായത്തിലെ പെരുമ്പറമ്പ് സംഭരണിയിലേക്കുമുള്ള ക്ലിയർ വാട്ടർ ഗ്രാവിറ്റി മെയിൻ സ്ഥാപിക്കുന്ന പ്രവൃത്തികളും പെരിന്തൽമണ്ണ നഗരസഭയിലെ വിതരണ ശൃംഖല പുതുക്കി സ്ഥാപിക്കുന്നതുൾപ്പെടെയുള്ള പ്രവൃത്തികളും പദ്ധതി വഴി പൂർത്തിയാക്കി. പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിക്കും സമീപ പഞ്ചായത്തുകളിലേക്കും നിലവിലുള്ള 19 MLDയോടുകൂടി പുതിയ 23 MLD ജലശുദ്ധീകരണശാല വരുന്നതോടുകൂടി 42 MLD ജലം ശുദ്ധീകരിക്കാനാകും. പെരിന്തൽമണ്ണ നഗരസഭാ കാര്യാലയത്തിന് മുൻപിൽ സംഘടിപ്പിച്ച ഉദ്ഘാടന ചടങ്ങിൽ നജീബ് കാന്തപുരം MLA അധ്യക്ഷത വഹിച്ചു. ജനങ്ങളുടെ ആവശ്യങ്ങൾക്കായി ഏവരും ഒരുമിച്ച് നിൽക്കുന്ന നാടാണ് പെരിന്തൽമണ്ണയെന്ന് അദ്ദേഹം പറഞ്ഞു. വികസനത്തിന്റെ അളവുകോലായി എപ്പോഴും പരിഗണിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യവും സാധാരണക്കാരന്റെ ഏറ്റവും വലിയ ആവശ്യവുമായിട്ടുള്ള കുടിവെള്ള പദ്ധതിക്ക് 7 വർഷത്തെ ഒരു നിരന്തരമായ യാത്രയുടെ സാഫല്യമായി ഇന്ന് രാമൻചാടി അലിഘട്ട് കുടിവെള്ള പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് സന്തോഷത്തോടു കൂടിയാണ് നാം ഏറ്റുവാങ്ങുന്നത്. ബഹുമാന്യനായ ചെയർമാൻ ഇവിടെ സൂചിപ്പിച്ച പോലെ നിരന്തരമായ യാത്രയുടെയും പരിശ്രമങ്ങളുടെയും ഫോളോ അപ്പുകളുടെയും പരിണിത ഫലമാണ് എല്ലാ പ്രൊജക്റ്റുകളുടെയും പൂർത്തീകരണം എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും ഒരു നാട് വികസിക്കണമെങ്കിൽ ഭാവനാസമ്പന്നമായ പ്രവർത്തനവും നിശ്ചയദാർഢ്യവുമുള്ള ജനപ്രതിനിധികളെയാണ് നമുക്ക് ആവശ്യമുള്ളത്.
അത്തരത്തിൽ നിരന്തരമായ പ്രവർത്തനത്തിന്റെ തുടർച്ച ഉണ്ടായതുകൊണ്ട് മാത്രമാണ്, എല്ലാവരും യോജിച്ച് കൈകോർത്ത് പ്രവർത്തിച്ചത് കൊണ്ട് മാത്രമാണ് 100 കോടി രൂപയുടെ വലിയ മൂലധനമുള്ള ഈ മഹത്തായ പദ്ധതി യാഥാർത്ഥ്യമായിട്ടുള്ളത്. നമ്മുടെ മുനിസിപ്പാലിറ്റിയും സമീപ പ്രദേശത്തെ പഞ്ചായത്തുകളായിട്ടുള്ള ആലിപ്പറമ്പും മേലംകുളവും പുലാമന്തോളും അങ്ങാടിപ്പുറവും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് പൂർണ്ണമായും അവരുടെ കുടിവെള്ള പ്രശ്നം പരിഹാരമാകാൻ പോകുന്ന ഒരു നിമിഷമാണ്. ഉദ്ഘാടനം ചെയ്യുന്നതോടുകൂടി പെരിന്തൽമണ്ണ നഗരസഭയിൽ സമ്പൂർണമായി നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഒരു പൗരന്റെ മൗലിക അവകാശം ഇവിടെ സാക്ഷാത്കരിക്കപ്പെടുകയാണ് എന്ന സന്തോഷമാണ് എനിക്ക് നിങ്ങളോട് പങ്കുവെക്കാൻ. ചടങ്ങിൽ കരാറുകാരായ മിഡ്ലാൻഡ് എഞ്ചിനീയറിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ കമ്പനി മാനേജിംഗ് ഡയറക്ടേഴ്സ് നാസർ, റിയാസ് ബാബു, അലിഘട്ട് ഡയറക്ടർ ഷാഹുൽ ഹമീദ്, ഫിൻസ് എഞ്ചിനീയറിംഗ് കമ്പനി പ്രതിനിധി എന്നിവരെ ആദരിച്ചു. പെരിന്തൽമണ്ണ നഗരസഭാ ചെയർപേഴ്സൺ പി ഷാജി, അലിഘട്ട് മുസ്ലിം യൂണിവേഴ്സിറ്റി മുൻ ഡയറക്ടർ ഡോക്ടർ ഫൈസൽ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി സുധീർ ബാബു, പി സൗമ്യ, എ നസീറ ടീച്ചർ, വാർഡ് കൗൺസിലർ പി തസ്നീമ, മലപ്പുറം കേരള വാട്ടർ അതോറിറ്റി സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ എസ് സത്യവിൽസൺ, എ പ്രസാദ്, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ സംബന്ധിച്ചു. ചാനൽ ടൺ, പെരിന്തൽമണ്ണ. വിശ്വാസത്തെ അടിത്തറയാക്കിയ സ്വപ്നഭവനങ്ങൾ പെരിന്തൽമണ്ണയുടെ നഗരഹൃദയത്തിൽ നിങ്ങൾക്കായി ഒരുങ്ങുന്നു. 18 നിലകളിലായി കൃത്യതയോടെയും ശ്രദ്ധയോടെയും രൂപകൽപ്പന ചെയ്ത 2 and 3 ബെഡ്റൂം ഭവന സമുച്ചയം. അത്യാഡംബരവും സുസ്ഥിരതയും കൈകോർക്കുന്ന അത്യാധുനിക സൗകര്യങ്ങൾ. പെൻഡിയം ഹാർമണി ഹൈറ്റ്സ്, urban elegance, elevated living. പെരിന്തൽമണ്ണ, മലപ്പുറം. പെൻഡിയം കൺസ്ട്രക്ഷൻ പ്രൈവറ്റ് ലിമിറ്റഡ്, കാലിക്കറ്റ്, ബാംഗ്ലൂർ ആൻഡ് പെരിന്തൽമണ്ണ.